Hey guys, welcome back to my YouTube channel Crazy Vibes with Surya. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഭയങ്കര സ്പെഷ്യൽ ഒന്നും അല്ല. സത്യത്തിൽ ഈ ഒരു റെസിപ്പി ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിലൊക്കെ സ്റ്റോറി ആയിട്ട് ഇട്ടപ്പം എന്നെ അറിയാവുന്ന എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ചോദിച്ചേടി കണ്ടിട്ട് തന്നെ കൊതിയാവുന്നു, നീ ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഒന്ന് യൂട്യൂബിൽ ഷെയർ ചെയ്യുമോന്ന്. ഇത് എൻ്റെ ചേച്ചിക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് അമ്മ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫിഷ് പിക്കിളിൻ്റെ റെസിപ്പിയാണ്. അപ്പം ഞാനിതിങ്ങനെ ചുമ്മാ ഇളക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് എടുത്തിട്ട് ഒന്ന് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ആക്കിയതാ. അപ്പോൾ കുറേ പേര് ചോദിച്ചായിരുന്നു. അങ്ങനെ ഞാനിതൊരു വീഡിയോ ആയിട്ട് എടുക്കണം എന്ന് എടുത്തൊന്നുമല്ല, വെറുതെ ഷോർട്ട് വീഡിയോ ഒക്കെ ഇടാന്ന് വെച്ചിട്ട് ചുമ്മാ ജസ്റ്റ് ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പരിമിതിയുണ്ട്. പിന്നെ അമ്മയാണ് ഇത് അന്ന് ഉണ്ടാക്കിയത്. എനിക്കിതിനെ പറ്റിയിട്ട് വലിയ പിടുത്തമൊന്നുമില്ല. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് വീഡിയോ ഇതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടാലോ. അപ്പോൾ അതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമുക്ക് ഇവിടെ എടുത്തിരിക്കുന്ന ഫിഷ് വന്നിട്ട് മത്തിയാണ് കേട്ടോ. മത്തി അച്ചാറാണ്. 3 കിലോ മത്തിയാണ് നമ്മളിവിടെ അച്ചാറിടുന്നത്. സാധാരണ എൻ്റെ ചേച്ചിക്ക് അവൾ നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ചൂര മീനൊക്കെ അച്ചാറിട്ട് കൊടുത്തു വിടുമായിരുന്നു. അങ്ങനെ അവിടെ ഒരു ഫ്രണ്ട് ഇതുപോലെ ഒരു ഫസ്റ്റ് ടൈമൊക്കെ മത്തി അച്ചാർ കൊടുത്തു ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അന്ന് തൊട്ട് അവള് ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് പുറത്ത് ജോലിക്ക് പോയ സമയം വരെയും വീട്ടിലെപ്പോൾ വന്നാലും അല്ലെങ്കിൽ കൊടുത്തു വിടാൻ പറയുന്ന ഒരു റെസിപ്പിയാണ് ഫിഷ് പിക്കിൾ. അതായത് മത്തി അച്ചാർ കൊടുത്തു വിടാൻ പറയും. അത് ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ ചൂര മീൻ അച്ചാറിടുന്നതിനെക്കാട്ടിലൊക്കെ ഭയങ്കര യമ്മിയാണ്. ഇതെനിക്കറിയില്ല, ഫിഷ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ നല്ലൊരു മസ്റ്റ് ട്രൈ ഓപ്ഷനാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഈ മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെട്ടിയെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പരിപാടി കേട്ടോ. അതിനുശേഷം ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് നമ്മൾ മീൻ പീര വെക്കാൻ മീൻ കട്ട് ചെയ്യില്ലേ, അതേ വലുപ്പത്തിലൊന്ന് കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് നമ്മൾ ഉപ്പും മഞ്ഞളും ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് സൺഫ്ലവർ ഓയിലിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലോ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് വറുത്ത് കോരിയെടുക്കണം. സാധാരണ നമ്മൾ ഫിഷ് പിക്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മീൻ വറുത്ത് കോരില്ലേ, ആ പരുവത്തിൽ തന്നെ എടുക്കുക. അതിനുശേഷം അതേലെ തന്നെ കുറച്ച് ഓയിൽ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ആ ഓയിലിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ചതച്ചെടുത്തത്. ഇപ്പൊ നമ്മളൊരു ഹ്യൂജ് എമൗണ്ടിൽ വെക്കുന്നത് കൊണ്ട് ഇപ്പൊ ഇവിടെ ഒരു 3-4 ഇഞ്ചി വെളുത്തുള്ളി വലിപ്പം നോക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അതായത് ഒരു 3-4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കംപ്ലീറ്റ്ലി. അതുപോലെ തന്നെ ഇഞ്ചിയും ഒരു സെറ്റ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ഒരു 150 ഗ്രാം കൂട്ടിക്കോ, അതിൽ ചിലപ്പോൾ കൂടുതൽ ഉണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ ഇത്രയും നന്നായിട്ട് നമ്മൾ ആദ്യം ആ എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കും. മത്തി വറുത്തെടുത്ത എണ്ണ ആയതുകൊണ്ട് തന്നെ അപ്പോൾ അതിലും പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. ചിലർക്ക് ഈ ഫിഷ് ഇഷ്ടമല്ല, അല്ലാത്തവർക്ക് നിങ്ങൾ സാധാരണ ഫിഷ് വെച്ച് ചെയ്യില്ലേ, അവർക്കും ഈ ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. ഫിഷിന് മാറ്റേണ്ടത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനിയാണ് നമ്മൾ ഒരു 3-4 സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇത്രയും ഫിഷിന് വേണ്ടിയിട്ടാണ് അമ്മ ഇവിടെ ഇത്രയും മുളക് ചേർക്കുന്നത്. അപ്പോൾ ചില്ലി പൗഡർ ഇട്ട് നന്നായിട്ട് ഒത്തിരി മൂത്ത് പോവരുത്, ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് ആ ഒരു കളർ വേരിയേഷൻ വരുന്ന സമയത്ത് വേണം നമ്മൾ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാൻ. കംപ്ലീറ്റ്ലി ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മാരിനേഷൻ വരുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ കുറച്ച് വിനെഗർ ആഡ് ചെയ്യുന്നുണ്ട്. അതാകുമ്പോൾ നമുക്ക് കുറേ നേരം ഇത് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും, കാരണം ചീത്തയായി പോവില്ല. പിന്നെ ഡീപ് ഫ്രൈ ചെയ്തിട്ടാണ് നമ്മളിത് പിക്കിളാക്കി എടുക്കുന്നത്. അപ്പോൾ കുറേ നാൾ ഇരുന്നോളും, കേടൊന്നും വരില്ല. ഇനി ഇതിലേക്ക് കുറച്ച് ഏറെ കറി ലീവ്സ് ഇടുന്നുണ്ട്. അതിലേക്ക് ഒരു 2-3-4 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ കംപ്ലീറ്റ് മത്തി ഇതുപോലെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്, ഒരുപാട് ഹാർഡല്ല. പക്ഷെ എന്നാലും ഈ ഗ്രേവിയിൽ ഇട്ടിട്ട് മിക്സ് ചെയ്യുമ്പം ഇത് അതിൽ പിടിച്ചിട്ട് ഒന്ന് സോഫ്റ്റ് ആവും. പ്രത്യേകിച്ച് വിനെഗർ ചേർത്തിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ എന്ത് ഹാർഡായിട്ടുള്ള മീറ്റ് ഐറ്റംസ് ഇട്ടാലും വിനെഗർ ചേർത്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് സോഫ്റ്റ് ആവും. അതിൻ്റെ ആ ഒരു എന്താ പറയുക, അതിൻ്റെ ആ ഒരു ദശയൊക്കെ വന്നിട്ട് നല്ല സെറ്റാവും. അപ്പോൾ അതുപോലെ ഇത് നന്നായിട്ട് ഇളക്കി എടുക്കുന്നുണ്ട്. പിന്നെ അതിന് ഇടയ്ക്ക് വെളുത്തുള്ളി അച്ചാറും ഗാർലിക് പിക്കിളും അമ്മ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കുഞ്ഞേട്ടായിക്കാണോ വലിയേട്ടായിക്കാണോ ആരോ പറഞ്ഞിട്ട് അമ്മ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതെല്ലാം നമ്മുടെ ഒരു എന്താ പറയുക, ഒരു 2-3 ആഴ്ചത്തെ കഷ്ടപ്പാടാണ് സത്യത്തിൽ. അവർക്ക് കൊടുത്തു വിടാൻ അധികം സമയമില്ല, പെട്ടെന്നായിപ്പോയല്ല. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഷടപടയെന്ന് ഉണ്ടാക്കിയെടുത്താണെല്ലാം. പിന്നെ നമ്മൾ ചേർക്കുന്ന ലാസ്റ്റ് ഇതൊന്ന് ചൂടാക്കി ഒരു 10 മിനിറ്റ് ഒന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങി വെച്ചിട്ട് നന്നായിട്ട് കായം ചേർക്കുന്നുണ്ട്. എനിക്കറിയില്ല, പലയിടത്തും പല പേരൊക്കെ കായത്തിന് പറയുമെന്ന് എനിക്കറിയില്ല. കായപ്പൊടിയില്ലേ നമ്മൾ അച്ചാറൊക്കെ ഇടുമ്പോൾ ചേർക്കുന്നത്, അത് ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി സെറ്റാക്കി കൊടുക്കുക. നിങ്ങൾ കുറച്ച് കറി ലീവ്സ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് മാറ്റി വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഉപ്പൊക്കെ ചേർത്ത് നമ്മൾ വറുത്തത് കൊണ്ട് തന്നെ ഇതിന് നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടായിരിക്കും. ഇത് ഒരു 2 ദിവസം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് കഴിക്കുവാണെങ്കിൽ
എൻ്റെ പൊന്നോ അടിപൊളിയായിരിക്കും. നമുക്ക് ചക്ക വേവിച്ചത്, കപ്പ, അതല്ലെങ്കിൽ ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ ഇത് ഭയങ്കര യമ്മിയാണ്. ഫിഷ് കറിയും ചിക്കനും ഒന്നും നമുക്ക് വേണം തോന്നില്ല ഈ ഒരു പിക്കിൾ ഉണ്ടെങ്കിൽ, അത്രയും ടേസ്റ്റിയാണ്. ഞാനിത് എൻ്റെ +1 +2 പഠിക്കുന്ന സമയത്ത് സ്കൂളിലൊക്കെ കൊണ്ടുപോകുന്ന സമയത്തെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരാണെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടെ ഒരിലയിൽ എല്ലാവരുടെയും കംപ്ലീറ്റ് ചോറ് തട്ടിയിട്ടിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഈ ഫിഷ് പിക്കിളുള്ള ദിവസം എൻ്റെ ചേച്ചിക്ക് ഇതുപോലെ നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് കൊടുത്തു വിടുന്നുണ്ടെന്ന് ഞാൻ തലേന്നേ പറയും. അപ്പോൾ മൺഡേ വരുമ്പോൾ ഞാൻ ഫിഷ് പിക്കിൾ കൊണ്ടുവരാം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് എല്ലാവരും ആദ്യം വരുമ്പോൾ എന്നോട് ചോദിക്കുന്നത്, എടി മറ്റേ സാധനം കൊണ്ടുവന്നോ, അങ്ങനെ ചോദിക്കും. കാരണം അത്രയും ടേസ്റ്റി ആയിരുന്നു. ഉച്ചയാവാൻ പിള്ളേർ കാത്തിരിക്കുമായിരുന്നു. അല്ലെങ്കിലും എൻ്റെ അമ്മ വെക്കുന്ന ഫിഷ് കറി, ആ ഐറ്റംസ്, അച്ചാറൊക്കെ ഭയങ്കര ഫേമസ് ആണ്. ക്ലാസ്സിലാണെങ്കിലും ഞാൻ കോളേജിലൊക്കെ കൊണ്ടുപോയപ്പോഴും ഷെയർ ചെയ്തിട്ടുള്ള ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ട് നല്ല മീൻകറിയാന്നൊക്കെ. അപ്പോൾ ഇതും അടിപൊളിയാണ്. നിങ്ങൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സീക്രട്ട്. വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളൊന്നും ഇതിൽ ചേർക്കുന്നില്ല, ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഭയങ്കര യമ്മിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ഈ ഗൾഫിലുള്ള ആൾക്കാർക്ക്, നമ്മൾ പഠിക്കാനൊക്കെ പോകുന്ന പിള്ളേർക്കൊക്കെ അമ്മമാർക്ക് കൊടുത്തു വിടാൻ പറ്റുന്ന നല്ലൊരു ബെറ്റർ ഓപ്ഷനാണ്. കാരണം അവിടെ ഈ നല്ല ഫുഡൊന്നും കിട്ടില്ലല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബായ്.